കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇതാ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം വരവായി. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൊടിയേറ്റം കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് ഉത്സവം കൊടിയേറ്റം. ഉത്സവം 10 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കൊടിയേറ്റത്തിൻ്റെ 8 ദിവസം മുമ്പേ അതിഗംഭീരമായ സഹസ്രകലശ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സഹസ്രകലശ ചടങ്ങുകളെ പറ്റിയിട്ട് പറയാം. ഉത്സവം 1-ാം ദിവസം കൊടിയേറ്റം ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. കലശം അതിൻ്റെ 8 ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് ഫെബ്രുവരി 20-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുന്നു. അതിബൃഹത്തായ ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ 20-ാം തീയതി രാത്രി ദീപാരാധനയ്ക്ക് ശേഷം സഹസ്രകലശ ചടങ്ങുകൾ 1-ാം ദിവസം ആചാര്യവരണം ആണ് നടക്കുന്നത്. ക്ഷേത്രം മൂരാളൻ ക്ഷേത്രം തന്ത്രിയെ ആചാര്യനായി നിശ്ചയിച്ച് കൂറയും പവിത്രവും കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഈ കൊല്ലത്തെ കലശ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയാക്കി നടത്തിത്തരണം എന്ന് ക്ഷേത്രം മൂരാളനും ദേവസ്വം ബോർഡ് കമ്മിറ്റി അംഗങ്ങളും പരിചാരകന്മാരും എല്ലാവരും കൂടി പറഞ്ഞ് തന്ത്രി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും കൊടുക്കുന്നു. കൂറയും പവിത്രവും തന്ത്രി നമ്പൂതിരിപ്പാട് വാങ്ങിയതിന് ശേഷം അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഈ ആചാര്യനായി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ കലശ ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മുളയിടൽ ചടങ്ങാണ് നടക്കുന്നത്. മണിക്കിണറിനടുത്ത് ഒരു മുളയറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മുളയിടൽ ചടങ്ങുകൾ നടക്കുന്നു. 16 വെള്ളിപ്പാലികകൾ നവധാന്യങ്ങൾ വിതച്ച് പൂജ നടത്തുന്നു. വരുണനെയും സോമനെയുമാണ് പൂജിക്കുന്നത്. ഈ നവധാന്യങ്ങൾ വിതച്ച് 8 ദിവസം കൊണ്ട് അത് മുളച്ച് പന്തലിച്ച് നിൽക്കും. അതിനാണ് ചടങ്ങുകളെല്ലാം നടത്തുന്നത്. ആ മുളകളാണ് സഹസ്രകലശ ചടങ്ങിൻ്റെ അവസാനത്തെ ബ്രഹ്മകലശത്തിന് ചുറ്റുപുറം വയ്ക്കുന്നത്. ഇതിനു ശേഷം ഭക്തജനങ്ങൾക്ക് മുളപ്രസാദമായി കൊടുക്കുന്നതാണ്. അപ്പോൾ 1-ാം ദിവസത്തെ ആചാര്യ വരണം കഴിഞ്ഞ് മുളയിടൽ കഴിഞ്ഞാൽ 2-ാം ദിവസം സഹസ്രകലശം 2-ാം ദിവസം 2-ാം ദിവസം രാവിലെ ആ മുളപൂജ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശുദ്ധി കലശ ചടങ്ങുകളാണ് നടക്കുന്നത്. 2 ഹോമങ്ങളുണ്ട്. ഗണപതി പൂജ ഉണ്ട്, അസ്ത്രകലശ പൂജ ഉണ്ട്, വാസ്തുബലിയുണ്ട്, രക്ഷോഘ്ന ഹോമം എന്നീ ഹോമങ്ങളാണ് നടക്കുന്നത്. ഇതെല്ലാം ദീപാരാധനയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. ആ സമയത്ത് ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നില്ല. സഹസ്രകലശ ചടങ്ങ് 3-ാം ദിവസം രാവിലെ ഉഷപൂജ കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞാൽ ഈ അഭിഷേകങ്ങൾ നടക്കുന്നു. ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ അഭിഷേകങ്ങൾ നടക്കുന്നു. അതിനുശേഷം സാധാരണമായുള്ള ഉച്ചപൂജകൾ. ഈ കലശക്കാലത്ത് കുറച്ച് ചടങ്ങുകൾക്ക് ഉച്ചപൂജയൊക്കെ കുറച്ച് നേരത്തെ ആവും. പിന്നെ ഭഗവാന്റെ ഉച്ചപൂജയ്ക്കുള്ള വെള്ളി പാത്രങ്ങൾക്ക് പകരം മുഴുവൻ സ്വർണ്ണപാത്രങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ചിട്ടകൾ. വൈകുന്നേരം ഈ പറഞ്ഞ മാതിരി ദീപാരാധനയ്ക്ക് ശേഷം മുളപൂജ ഉണ്ട്. പിറ്റേ ദിവസത്തെ ഹോമത്തിന് വേണ്ട കുണ്ടങ്ങൾ ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ 3-ാം ദിവസം വൈകുന്നേരം പ്രായശ്ചിത്ത ഹോമങ്ങളുണ്ട്. അതിൻ്റെ 5 ഹോമകുണ്ടങ്ങൾ ഒരുക്കുകയാണ്, കുണ്ടശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ വാതിലുമഠത്തിൽ മഹാകുംഭത്തിന് അധിവാസ പൂജ, അധിവാസ ഹോമം എന്നിവ നടക്കുന്നു. 4-ാം ദിവസം രാവിലെ പ്രായശ്ചിത്ത ഹോമങ്ങൾ. ഈ 5 ഹോമകുണ്ടങ്ങളിലും ഹോമാഗ്നി ജ്വലിക്കുന്നു. അതിനുശേഷം ആ ഹോമകലശങ്ങൾ അഭിഷേകം ചെയ്യുന്നു. മുളംപൂജയുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം മുളംപൂജ നടക്കുന്നു. മഹാകുംഭത്തിൻ്റെ അധിവാസ ഹോമവും
വിടർത്തി പൂജയുമാണ് പിന്നെ നടക്കുന്നത്. മഹാകുംഭം അഭിഷേകം ചെയ്യുന്നു. 5 ഹോമകലശങ്ങൾ അഭിഷേകം ചെയ്യുന്നു. 4-ാം ദിവസം വൈകുന്നേരം ശാന്തി ഹോമം, അത്ഭുത ശാന്തി ഹോമം, അതിനു വേണ്ട ഹോമകുണ്ഡങ്ങൾ ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. 5-ാം ദിവസം രാവിലെ മുളം പൂജയുണ്ട്. ശാന്തി, അത്ഭുത ശാന്തി ഹോമങ്ങൾ നടക്കുന്നു. ആ ഹോമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഹോമ കലശാഭിഷേകം ഭഗവാന് നടത്തുന്നു. ഈ ശാന്തി, അത്ഭുത ശാന്തി, ചോരശാന്തി, നായശാന്തി എന്നുള്ള പ്രായശ്ചിത്ത ഹോമങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ ഭഗവാന് അശുദ്ധി വരികയോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മോഷണങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ ഹോമങ്ങൾ നടക്കുന്നത്. 6-ാം ദിവസം ചോരശാന്തി, നായശാന്തി ഹോമ കലശാഭിഷേകങ്ങൾ നടക്കുന്നു. കൂത്തമ്പലത്തിലെ ശുദ്ധി കലശം നടക്കുന്നു. അന്ന് തന്നെ അവിടെ പത്മമിട്ട് കുടം കമഴ്ത്തി വയ്ക്കുന്നു. അത് ഏകദേശം ഒരു 11 മണിയോടുകൂടി കഴിയും. വൈകുന്നേരം മുളം പൂജയുണ്ട്. ഈ ഹോമകുണ്ട കൂത്തമ്പലത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കലശക്കുടങ്ങൾ നമുക്ക് ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ട്. 7-ാം ദിവസം രാവിലെ മുളം പൂജയാണ്. തത്വഹോമം, അതിൻ്റെ കുണ്ഡം ശുദ്ധീകരിക്കുന്നു. അത് നമുക്കിടെ ആ നമസ്കാര മണ്ഡപമുണ്ടല്ലോ, നമ്മൾ തൊഴാൻ വരുമ്പോൾ ഉള്ള നമസ്കാര മണ്ഡപത്തിലാണ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ തത്വകലശ ഹോമവും തത്വകലശ പൂജയും നടക്കുന്നു. അതിനുശേഷം തത്വകലശ അഭിഷേകം നടക്കുന്നു. ഇതേ സമയം തന്നെ കൂത്തമ്പലത്തിൽ കുംഭകലശം അഭിഷേകം, കുംഭകലശം, കർക്കരി, കുംഭേശൻ എന്നിവകൾക്ക് പൂജ നടക്കുന്നു. ജലദ്രോണി പൂജയുമുണ്ട്. ബ്രഹ്മകലശം പൂജിക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് പരികലശ പൂജയാണ് നടക്കുന്നത്. ആ 1000 കുടത്തുകളിലും ജലം നിറയ്ക്കുന്നു, പൂജ ചെയ്യുന്നു എന്നിവയാണ്. വൈകുന്നേരം അധിവാസ ഹോമവും കലശാധിവാസ പൂജയും നടക്കുന്നു. 8-ാം ദിവസം രാവിലെ സഹസ്രകലശങ്ങൾ അഭിഷേകം, ബ്രഹ്മകലശം അഭിഷേകം നടക്കുന്നു. ഈ ബ്രഹ്മകലശാഭിഷേകം ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് ഭഗവാൻ നടക്കുന്നത്. 975 വെള്ളിക്കുടങ്ങളും 25+1 സ്വർണ്ണക്കുടങ്ങളുമാണ് ഭഗവാന്റെ സഹസ്രകലശാഭിഷേകത്തിന് എടുക്കുന്നത്. ഈ കുംഭങ്ങളിലെല്ലാം മന്ത്രപൂരിതമാക്കിയ അനവധി ദ്രവ്യങ്ങളാണ് നിറയ്ക്കുന്നത്. പിന്നെ ഭഗവാന്റെ മണിക്കിണറിലെ ജലവുമാണ് നിറയ്ക്കുന്നത്. ഈ സമയത്ത് വാദ്യഘോഷാദികളോട് കൂടിയിട്ടാണ് കൂത്തമ്പലത്തിൽ നിന്നും ഈ കലശക്കുടങ്ങൾ എഴുന്നള്ളിക്കുന്നത്. കൂത്തമ്പലത്തിൽ നിന്നും കലശമെടുത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ അതുവഴി ആ തിടപ്പള്ളിയുടെ ഉള്ളിൽ കൂടി വന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകങ്ങൾ മുഴുവൻ കാണുവാൻ ഭക്തജനങ്ങൾക്ക് പുറത്ത് നിന്ന് സൗകര്യമുണ്ട്. ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് എല്ലാ ഭക്തന്മാർക്കും ഇതെല്ലാം അഭിഷേകം കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഭഗവാന്റെ സഹസ്രകലശ ചടങ്ങുകൾ 8 ദിവസം കൊണ്ട് ബൃഹത്തായ ചടങ്ങാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ കലശത്തിലെല്ലാം പങ്കെടുക്കുവാൻ എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാനത്തെ ബ്രഹ്മകലശാഭിഷേക ദിവസമെങ്കിലും വരിക, ഭഗവാന്റെ ദർശനം നടത്തുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക.